സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ടയിൽ ശക്തമായ മഴ തുടരുകയാണ്. മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ ഉയർത്തും. ശക്തമായ മഴയിൽ ശബരിമല പാതയിൽ എരുമേലി അട്ടിവളവിന് സമീപം മണ്ണിടിഞ്ഞു. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നാളെ നടത്താൻ തീരുമാനിച്ചിരുന്ന കളക്ടർമാരുടെ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ടോബി ജോൺസൺ കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഇപ്പോൾ ഈ കളക്ടർമാരുടെ യോഗം മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ജില്ലയിൽ തന്നെ ഉണ്ടാവണം കളക്ടർ എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയതായി മനസ്സിലാക്കുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ, സർക്കാർ? ദീപക് ധർമ്മടം. അല്പം മുൻപാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ച് കളക്ടർമാരുടെ യോഗം മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയത്. മഴ മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടവർ ജില്ല വിട്ട് മാറി നിൽക്കാൻ പാടില്ല. എല്ലാ കളക്ടേഴ്സും അതാത് ജില്ലകളിൽ തന്നെ ക്യാമ്പ് ചെയ്ത് മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ പ്രത്യേക തയ്യാറെടുപ്പോടുകൂടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെയും മറ്റന്നാളും തലസ്ഥാനത്ത് നടത്താൻ തീരുമാനിച്ചിരുന്ന കളക്ടർമാരുടെ യോഗം മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം താഴെത്തട്ട് വരെ കൃത്യമായി ചലിപ്പിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം സക്രിയമായി പ്രവർത്തിക്കാൻ വേണ്ടി ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കളക്ടർമാർ നൽകണം. ആ സാഹചര്യത്തിലാണ് ഉന്നതതല കളക്ടർമാരുടെ യോഗം മാറ്റിവെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ശരി, ജില്ലകളിൽ ജാഗ്രത തുടരുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ കളക്ടർമാർ ജില്ലകളിൽ തന്നെ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ടോബി ജോൺസൺ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, കോട്ടയത്ത് മഴയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ ഏത് തരത്തിലാണ്? ഇന്നും നാളെയുമായി വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. കോട്ടയം ജില്ലയിൽ ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ജില്ലയുടെ പൊതുവായ സാഹചര്യം? എവിടെയെങ്കിലും നാശനഷ്ടങ്ങളുണ്ടോ ടോബി? ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും സ്ഥിതി വഷളായി വരുന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് കോട്ടയത്ത് നിന്ന് പങ്കുവെക്കാനുള്ളത്. വൈകുന്നേരം യെല്ലോ അലേർട്ട് ആയിരുന്നു, എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഓറഞ്ച് അലേർട്ടായി മാറുന്നു. അതിനുശേഷം ഇപ്പോൾ റെഡ് അലേർട്ടിലേക്കും ജില്ല മാറിയിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള മഴ പല മേഖലകളിലും, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലെല്ലാം തന്നെ ശക്തമായി മഴ പെയ്യുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ജില്ലാ ഭരണകൂടം. അതിൽ എടുത്തു പറയേണ്ടത് രാത്രികാല യാത്രാ നിരോധനമാണ്. അത് കിഴക്കൻ മേഖലയിലേക്ക്, പ്രത്യേകിച്ചും ഈരാറ്റുപേട്ട പോലെയുള്ള റോഡുകളിലേക്ക്, വാഗമൺ പോലെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ നിരോധിച്ചിട്ടുണ്ട് രാത്രിയിൽ. ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് വാഗമൺ. ശരി, ടോബി ജോൺസൺ കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കോട്ടയം ജില്ല അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും മഴ തുടരുന്ന നിലയുമുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീത്ത്, പത്തനംതിട്ട ജില്ലയുടെ പൊതുവായ സാഹചര്യവും ജാഗ്രതയും ഏത് തരത്തിലാണ്? ഇത് ശബരിമല തീർത്ഥാടന കാലം കൂടിയാണ്, അതുകൊണ്ടൊരു പ്രത്യേക ജാഗ്രത കൂടി വേണ്ടിവരും. എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം ഏറ്റവും ഒടുവിലായി വിവരങ്ങൾ പങ്കുവെക്കുന്നത്? മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീത്ത്? ഏതാണ്ട് 3 മണിക്കൂറായി പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ശബരിമല മേഖലയിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. മറ്റ് കാര്യമായ പ്രശ്നങ്ങളോ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശബരിമല മേഖലയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. തീർത്ഥാടകർക്ക് മുന്നറിയിപ്പുണ്ട്. സൂക്ഷിക്കണമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് തീർത്ഥാടകർക്കൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ മണിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ, മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ ജില്ലാ ഭരണകൂടം പറയുന്നത് വൃഷ്ടിപ്രദേശത്ത് കാര്യമായ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ ഉയർത്താതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ്. തീരപ്രദേശത്തുള്ളവർക്ക്, മണിയാർ ഡാമിൻ്റെ ആ ഭാഗത്തുള്ള ആളുകൾക്ക് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അതുമാത്രമാണ് ജില്ലയിലുള്ള മറ്റ് ഒരു ജാഗ്രതാ നിർദ്ദേശമായി ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അത് പ്രൊഫഷണൽ കോളേജുകളായിക്കോട്ടെ, ട്യൂട്ടോറിയൽ കോളേജുകളായിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളും അംഗൻവാടികളും അടക്കമുള്ള സ്ഥാപനങ്ങളായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും തന്നെ അവധി നൽകിയിട്ടുണ്ട് നാളെ. എന്തായാലും ഓറഞ്ച് അലർട്ടാണ്, പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാര്യമായ രീതിയിലുള്ള മറ്റ് പ്രശ്നങ്ങളില്ല. കോന്നിയിൽ ഒരു ഭാഗത്ത് മരം വീണ് കുറച്ചു നേരം ഗതാഗതം തടസ്സപ്പെട്ടതല്ലാതെ മറ്റ് കാര്യമായ നാശനഷ്ടം
നാശനഷ്ടങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷേ റെഡ് അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടാണ്. റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ അവധിയിൽ പോയ ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ തിരിച്ചു വരാൻ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനകം തന്നെ സേവന സന്നദ്ധമായി ജില്ലാ കളക്ടറേറ്റിൽ സേവന സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. ശരി, ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. കനത്ത മഴയെ തുടർന്ന് വയനാട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾക്കും അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള സർവകലാശാല പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമുണ്ടാവില്ല.